പ്രൈസ് ദി ലോർഡ്. സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി. ആകെ അതിൽ ഉറപ്പിച്ചു നിൽപ്പീൻ, അടിമതത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുതെന്ന എപ്പിസോഡിൻ്റെ 2ാം ഭാഗമാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. 2ാമത്തെ എപ്പിസോഡ്. അപ്പൊ ഈ ഗലാത്യ ലേഖനം തന്നെ അതിൻ്റെ ആകത്തുക ക്രിസ്തുവിലുള്ള സ്വാതന്ത്ര്യം, ന്യായപ്രമാണത്തിന്റെ വ്യവസ്ഥിതിയിൽ നിന്ന് ക്രിസ്തുവിലുള്ള സ്വാതന്ത്ര്യത്തെയാണ് പൗലോസ് ഈ ലേഖനത്തിലൂടെ പ്രതിപാദിക്കുന്നതെന്നാണ് ഞാൻ ഗ്രഹിച്ചിരിക്കുന്നത്. വേദപണ്ഡിതന്മാരുടെ അഭിപ്രായം അത് തന്നെയാണ്. വചനങ്ങൾ ഓരോന്നും എടുത്ത് പഠിക്കുമ്പോൾ അത് തന്നെ നമുക്ക് കാണാൻ കഴിയും. അതാ പറയുക, സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി, ആകയാൽ അത് ഉറച്ചു നിൽപ്പീൻ. ആ സ്വാതന്ത്ര്യത്തിന്റെ പ്രമാണത്തിൽ, ആ ക്രിസ്തുവിന്റെ പ്രമാണത്തിൽ, ആ ക്രിസ്തുവിന്റെ ഉപദേശത്തിൽ, ആ രാജകീയ ന്യായ പ്രമാണത്തിൽ, ആ സ്വാതന്ത്ര്യത്തിന്റെ തികഞ്ഞ ന്യായ പ്രമാണത്തിൽ, ആ ക്രിസ്തുവിന്റെ ഉപദേശത്തിൽ, കർത്താവ് യേശുക്രിസ്തുവിന്റെ പത്യവിനും ഭക്തിത്വ ഉപദേശത്തിൽ നിലനിൽക്കണം. നിലനിൽക്കുന്നതിൽ എന്തോ പറ്റും? അടിമനുഖത്തിലേക്ക് കുടുങ്ങിപ്പോകും. ഇവിടെ അടിമനുഖത്തിലേക്ക് വലിച്ചടയ്ക്കാൻ ഇഷ്ടം പോലെ കണ്ടെയ്നർ കണക്കിന് ശുശ്രൂഷന്മാർ കിടക്കുക. എൻ്റെ ഒരു പ്രത്യേക സബ്ജക്റ്റാണ്, അതുകൊണ്ട് ഞാൻ അങ്ങനെ പറയുന്നത്. ഞാൻ സന്തോഷത്തോടെ പറയല്ല, വേദനയോട് പറയുക. പുതിയ നിയമം, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ പറയാറുള്ളൂ സാധാരണ, റോമാസഭയെ പഠിപ്പിച്ചതുപോലെ, കൊരിന്ത്യർ സഭയെ പഠിപ്പിച്ചതുപോലെ, ഗലാത്യ സഭയെ പഠിപ്പിച്ചതുപോലെ, എഫേസ്യ സഭയെ പഠിപ്പിച്ച പോലെ, ഫിലിപ്പിയ സഭയെ പഠിപ്പിച്ചതുപോലെ, കൊലോസ്യ സഭയെ പഠിപ്പിച്ചതുപോലെ, തെസലോനിക്ക സഭയെ പഠിപ്പിച്ചതുപോലെ, അപ്പോസ്തലന്മാരുടെ ടീച്ചിങ് സഭയിൽ കൊടുത്ത് സഭയെ വളർത്തി ക്രിസ്തുവിന്റെ സമ്പ്രദായ പ്രായത്തിന്റെ അളവിലേക്ക് നടത്തി കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുക്കി നിർത്തണം. അതേ ശുശ്രൂഷന്മാരുടെ ദൗത്യം. പ്രവൃത്തി 9-ാം വാക്യം ഞാൻ എത്ര പ്രാവശ്യം വായിച്ചു എന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. യഹൂദ, ഗലീല, ശമരിയ എന്നീ ദേശങ്ങളിലൊക്കെ സഭയ്ക്ക് സമാധാനമുണ്ടായി. കാരണം അപ്പോസ്തലന്മാരെ നടത്തപ്പെടുന്ന സഭകളാത്. അത് ആത്മീയവർദ്ധന പ്രാപിച്ചു. കർത്താവിനോടുള്ള ഭക്തിയിലും പരിശുദ്ധാത്മാവിന്റെ പ്രബോധനത്തിലും നടന്നും പെരുകിക്കൊണ്ടിരുന്നു. ഈയിടയ്ക്കൊരു ഉപദേശി പറഞ്ഞ സഭയെ ന്യായപ്രമാണം പഠിപ്പിച്ച, ന്യായപ്രമാണത്തെ പൊളിച്ച് പുതിയ നിയമം പഠിപ്പിക്കുക ചെയ്തേ. ന്യായപ്രമാണത്തിൽ പറഞ്ഞുകൊണ്ടിരുന്ന ക്രിസ്തു, അത് ഗലാത്യ ലേഖനത്തിലെ അതിനെക്കുറിച്ച് ഞാൻ 1-2 കാര്യങ്ങൾ നിങ്ങളെ ഓർപ്പിക്കാനായിട്ട് കർത്താവ് ശരണപ്പെടുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ എപ്പിസോഡ് 2 ആക്കാനായിട്ട് ഇടയായി തീർന്നത്. നിങ്ങളത് ശ്രദ്ധിക്കണമേ. ഞാൻ ആ ഭാഗം വായിച്ച് കേൾപ്പിക്കാം. എന്നാൽ ന്യായപ്രമാണം എന്തിന്? ഗലാത്യർ 3:19 വാഗ്ദത്തം ലഭിച്ച സന്തതി വരുവോളം അത് ലംഘനങ്ങൾ നിമിത്തം കൂട്ടിച്ചേർത്തതും ദൂതന്മാർ മുഖാന്തരം മധ്യസ്ഥന്റെ കയ്യിൽ ഏൽപ്പിച്ചതും അത്രേ. എന്ത് മനസ്സിലായി? വാഗ്ദത്ത സന്തതി ഏതാ? യേശുക്രിസ്തു. സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തലയെ തകർക്കുമെന്ന് ഉൽപ്പത്തി പുസ്തകത്തിൽ എഴുതിയ ആ സന്തതിയാണ് വാഗ്ദത്ത സന്തതി. വാഗ്ദത്ത സന്തതി വരുവോളം. അപ്പൊ വാഗ്ദത്ത സന്തതി വന്നു കഴിഞ്ഞാലോ? ഇതിനൊക്കെ വലിയ അർത്ഥങ്ങളുണ്ട് കേട്ടോ. ഞാൻ പറയാതെ നിങ്ങളത് ചിന്തിച്ചെടുത്തോണം. അത് ലംഘനങ്ങൾ നിമിത്തം കൂട്ടിച്ചേർത്തതും ദൂതന്മാർ മുഖാന്തരം ദൂതൻ എന്ന് പറഞ്ഞാൽ മോശയും പഴയ നിയമത്തിലെ പ്രവാചകന്മാരൊക്കെ അവർ ദൂതന്മാർ മുഖാന്തരം മധ്യസ്ഥന്റെ കയ്യിൽ ഏൽപ്പിച്ചതും അത്രേ. അടുത്ത്, ഒരുത്തൻ മാത്രമെങ്കിലും മധ്യസ്ഥൻ വേണ്ടി വരികയില്ല, ദൈവമോ ഒരുത്തൻ മാത്രം. എന്നാൽ ന്യായപ്രമാണം ദൈവവാഗ്ദത്തത്തിന് വിരോധമോ ഒരു നാളുമല്ല. ജീവിപ്പിക്കാൻ കഴിയുന്ന ഒരു പ്രമാണം നൽകിയിരുന്നുവെങ്കിൽ ന്യായപ്രമാണം വാസ്തവമായ നീതിക്ക് ആധാരമാകുമായിരുന്നു. ജീവിപ്പിക്കാൻ കഴിയാത്തൊരു പ്രമാണമാണ് കൊടുത്തത്. എങ്കിലും വിശ്വസിക്കുന്നവർക്ക് വാഗ്ദത്തം യേശുക്രിസ്തുവിലെ വിശ്വാസത്താൽ ലഭിക്കേണ്ടതിന് തിരുവെടുത്ത് എല്ലാവരെയും പാപത്തിന് കീഴിൽ അടച്ചു കളഞ്ഞു. അപ്പൊ ന്യായപ്രമാണം പാപത്തിന്റെ കീഴിൽ അടച്ചിട്ടിരിക്കുകയായിരുന്നു നമ്മളെ. ദൈവപുത്രൻ വന്ന ന്യായപ്രമാണത്തിന്റെ വ്യവസ്ഥയിൽ നമ്മളെ രക്ഷിച്ചു, വിടുവിച്ചു. അതാ ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ഗലാത്യ ലേഖനം നന്നായിട്ട് വായിച്ചു പഠിക്കണം. ഇതിനെ വിമർശിക്കുന്നവരുണ്ടാകാം, ഇതിനെ തെറ്റായ നിലയിൽ പഠിപ്പിക്കുന്നവരുണ്ടാകാം. പക്ഷേ എനിക്ക് പകർന്നു കിട്ടിയ ദൈവവൃത്യന്തന്മാരിൽ നിന്ന് പകർന്നു കിട്ടിയ വചന വെളിപ്പാടാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വചന വ്യവസ്ഥയിലൂടെ ചുമ്മാ മനസ്സിൽ തോന്നുന്ന പറയുകയല്ല ചെയ്യുന്നത്. ഇനി അടുത്ത് വായിക്കാൻ തീരുന്നില്ല ഭാഗം. വിശ്വാസം വരും മുമ്പേ, അതായത് വിശ്വാസത്താലുള്ള രക്ഷ വരുന്ന മുമ്പേ നമ്മൾ വെളിപ്പെടുവാനിരുന്ന വിശ്വാസത്തിനായിക്കൊണ്ട് ന്യായപ്രമാണത്തിന് അടച്ചു സൂക്ഷിച്ചിരുന്നു. അങ്ങനെ നാം വിശ്വാസത്താൽ നീതീകരിക്കപ്പെടേണ്ടതിന്, അതായത് എന്താ? യേശുക്രിസ്തുവിലെ വിശ്വാസത്താലാണ് നീതീകരണം.
നീതീകരണം പ്രാപിച്ചവൻ എന്ത് ചെയ്യണം? നീതി ചെയ്ത് വിശുദ്ധീകരണം പ്രാപിച്ചുകൊണ്ടിരിക്കണം. നീതി ചെയ്ത് വിശുദ്ധീകരണം പ്രാപിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്ത് കിട്ടും? തേജസ്കരണം. നീതീകരണം, വിശുദ്ധീകരണം, തേജസ്കരണം. അത് ഗലാത്യ ലേഖനത്തിലും റോമാലേഖനത്തിലും കൊരിന്ത് ലേഖനത്തിലൊക്കെ കിടക്കുന്ന, ഒളിഞ്ഞു കിടക്കുന്ന ഒരു വലിയ സത്യമാണ്. അത് മൂന്നും കൂടി എടുത്ത് ചേർത്ത് വെച്ച് പഠിക്കണം. മനോഹരമായിരിക്കും അത്. അങ്ങനെ പറഞ്ഞ പ്രസംഗങ്ങളൊന്നും ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. ചിലർ നീതീകരണം കൊണ്ടങ്ങ് പോവും, ചിലർ തേജസ്കരണം കൊണ്ടങ്ങ് പോവും, ചിലർ വിശുദ്ധീകരണം കൊണ്ടങ്ങ് പോവും. ഇത് മൂന്നും കൂടി കണക്റ്റഡായിട്ട് കിടക്കുന്ന സബ്ജക്റ്റാണ്. നീതീകരണം, വിശുദ്ധീകരണം, തേജസ്കരണം. അത് തനിത്തനിയായിട്ട് നമുക്ക് പഠിക്കാമെങ്കിലും അത് മൂന്നും കൂടി ചേർത്ത് പഠിപ്പിച്ചാലേ ആ സബ്ജക്റ്റിൻ്റെ പൂർത്തീകരണത്തിലേക്ക് നമുക്ക് നടത്തപ്പെടാൻ പറ്റുകയുള്ളൂ. പ്രിയമുള്ളവരെ, അത് നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കണം. ഞാനത് കർത്താവിൻ്റെ മഹാകരുണയാൽ ഒരല്പം പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുക, പഠിച്ച് പൂർത്തിയാക്കിയെന്ന് ചോദിച്ചാൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പ്രസംഗിച്ചു കൊണ്ടിരിക്കുക. സ്തോത്രം. നീതീകരണം, വിശുദ്ധീകരണം, തേജസ്കരണം. റോമാലേഖനത്തിൽ അതിൻ്റെ പഠനം 3-ാം അധ്യായത്തിലാണ് ആഴത്തിൽ കിടക്കുന്നത്. ഞാൻ അതിലേക്ക് വരുന്നുണ്ട്. അതിന് മുൻപായിട്ട് ഈ വിഷയത്തിലേക്ക് ഒന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട് മുമ്പോട്ട് പോകാം. അപ്പം നമ്മൾ വിശ്വാസം വരുമ്പോൾ വെളിപ്പെടുവാറുന്ന വിശ്വാസനായിക്കൊണ്ട് ന്യായപ്രമാണത്തിൽ അടച്ചു സൂക്ഷിച്ചിരുന്നു. അങ്ങനെ നാം വിശ്വാസത്താൽ നീതീകരിക്കപ്പെടേണ്ടതിന്, ഇപ്പം നീതീകരണം വന്നപ്പോഴാണ് അങ്ങോട്ട് പോയത്. ന്യായപ്രമാണം ക്രിസ്തുവിൻ്റെ അടുക്കലേക്ക് നടത്തുവാൻ നമുക്ക് ശിശുപാലകനായി ഭവിച്ചു. ഒരു ശിശുപാലകനാണ് ന്യായപ്രമാണം. അതായത് ഞങ്ങളുടെ വീട്ടിലൊരു കുഞ്ഞുണ്ട്. അവന് ആഹാരം വാരി കൊടുക്കണം. ഇടയ്ക്കിടയ്ക്ക് കഴിക്കുമെങ്കിലും അത്ര അങ്ങോട്ടായില്ല. കുളിപ്പിച്ച് കൊടുക്കണം, അവന് ചന്തി കഴുകി കൊടുക്കണം, അവന് ഡ്രസ്സ് ഇടിയിച്ച് കൊടുക്കണം, എല്ലാ കാര്യങ്ങളും അവന് ചെയ്തു കൊടുക്കണം. 4 വയസ്സ് കഴിഞ്ഞ് 5ലേക്ക് പ്രവേശിക്കുക. ഞാൻ ചോദിക്കട്ടെ, അവനൊരു പ്രീ ഡിഗ്രി പഠിക്കുന്ന കൊച്ചായി, അല്ലെങ്കിൽ ഒരു 10ാം ക്ലാസ്സായി, അല്ലെങ്കിൽ 5ാം ക്ലാസ്സുകാരനായി, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യണോ? ശിശുപാലകൻ അവന് വേണോ? അവനെ കുളിച്ച് ഡ്രസ്സ് മാറുക, അവൻ പോയി കുളിക്കുന്നു, ഷഡ്ഡി ഇടുന്നു, നിക്കറിടുന്നു, പാൻസ് ഇടുന്നു, ഡ്രസ്സ് ചെയ്യുന്നു, ഷൂ ഇട്ടുന്നു. മമ്മി ഞാൻ പോവാ, സ്കൂളിൽ പോകാമെന്ന് പറഞ്ഞു. കൊണ്ടാക്കണ്ട, അവനെ അങ്ങ് ഇറങ്ങി പൊക്കോളുക. ലൈൻ ബസ്സിൽ കയറി പോകുന്നു വരുന്നു. കാരണം എന്താ? അവൻ വളർച്ചയിലേക്ക് വന്നു, അവൻ വളർന്നു, ശിശു വളർന്നു. ഈ കഴിഞ്ഞ ദിവസം ഞാനൊരു സഹോദരനോട് സംസാരിച്ചപ്പോൾ ആ വിഷയം കയറി വന്നു. ഞാൻ പല പ്രാവശ്യം അത് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാൻ താല്പര്യമുണ്ട്. ആദ്യ പാഠം അവനെ പഠിപ്പിക്കാൻ നേരത്ത് ആ എന്നെഴുതി. അവൻ ടീച്ചർ ആദ്യം ആ എന്ന് എഴുതി കൊടുത്തു. ഇപ്പോൾ സാധാരണ ഇംഗ്ലീഷാണ് പഠിക്കണേ. A B C D നേരെ വരിയായിട്ട് ഇങ്ങനെ ഒന്നുക്കും മേലെ ഒന്നും താഴെ ഇങ്ങനെ എഴുതിയിട്ട് ബ്ലാങ്ക് പേപ്പറിൽ ആ A എന്നെടുത്ത് എഴുതിയ സ്ഥാനത്ത് ടീച്ചർ അവനോട് പറഞ്ഞു അപ്പുറത്ത് A എന്ന് എഴുതി പഠിക്കാം. അവൻ A എഴുതി ഒരു 10-15 പ്രാവശ്യം എഴുതിയപ്പോൾ A പഠിച്ചു, B പഠിച്ചു, C പഠിച്ചു, Z വരെയും പഠിച്ചു. അവരെ പഠിപ്പിച്ചു. അപ്പോഴും ഞാനൊരു വിഷയം പറഞ്ഞു. റോമാസഭയെ ഉപദേശം പഠിപ്പിച്ചു. നിങ്ങൾ പാപത്തിൻ്റെ ദാസന്മാരായിരുന്നെങ്കിലും നിങ്ങളെ പഠിപ്പിച്ച ഉപദേശ രൂപം. റോമാസഭയെ ഉപദേശം പഠിപ്പിച്ചു. റോമർ 16:17 നിങ്ങൾ പഠിച്ച ഉപദേശത്തിന് വിപരീതമായി സഭ അത് പഠിച്ചു. സഭയെ പഠിപ്പിച്ചു, സഭ പഠിച്ചു, സഭയെ പഠിപ്പിച്ചു, സഭ പഠിപ്പിച്ചു. ഇന്ന് സഭയെ പഠിപ്പിക്കുന്നില്ല, സഭ പഠിക്കുന്നില്ല. ഈ ന്യൂ ജനറേഷൻകാർ പാട്ട് പാടി തുള്ളിച്ചുകൊണ്ടിരിക്കുക. വേറെ കുറെ പേര് സങ്കീർത്തനവും ന്യായപ്രമാണവും ഒക്കെ അടിച്ചു പൊളിച്ചു പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. ആവശ്യമില്ലാത്ത കാര്യങ്ങളെല്ലാം സഭയെ പറഞ്ഞ് പ്രസംഗിച്ച് കേൾപ്പിച്ച് വിശ്വാസികളെ അടിമനുഖത്തിൻ്റെ കീഴിൽ കൊണ്ടുവന്നിട്ടിരിക്കുക. പിന്നെ എന്നാ സ്വാതന്ത്ര്യം അവർ അനുഭവിക്കാന്? സഭയെ ഉപദേശം പഠിക്കാതെ സഭ എങ്ങനെ ഉപദേശം പഠിക്കും? ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ മുഴുവൻ ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുക. നിങ്ങൾ ഈ കേൾക്കുന്നവരെല്ലാം ഇത് സീരിയലായിട്ട് കേട്ട് എത്ര പ്രാവശ്യം കേട്ടാലും മതിയാതെ അതുപോലുള്ള സബ്ജക്റ്റായത്. ഒരു കാര്യം ഞങ്ങളുടെ കുഞ്ഞിനെ ടീച്ചർ പഠിപ്പിക്കാതെ എങ്ങനെ പഠിപ്പിക്കും? മത്തായി 28:20 എന്താ? ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെ പ്രമാണിപ്പാൻ കൊണ്ട് ഉപദേശിക്കുകയുണ്ട്. സകല ജാതികളെ ശിഷ്യരാക്കിക്കൂടി. ഗോ ദെൻ മേക്ക് ഡിസൈപ്പിൾ. പോയി ശിഷ്യരാക്കാൻ, വചനം പ്രസംഗിച്ച് ശിഷ്യരാക്കാൻ. വചനം പ്രസംഗിച്ച് കാശുണ്ടാക്കാനല്ല, വചനം പ്രസംഗിച്ച് കോടികൾ നേടാനല്ല, വചനം പ്രസംഗിച്ച് അവരുടെ സാമ്രാജ്യം കെട്ടിപ്പോക്കാനല്ല. വചനം പ്രസംഗിച്ച് ഓരോരുത്തർക്കും ഓരോ സാമ്രാജ്യം കെട്ടിപ്പൊക്കി അതിൻ്റെ മേലാളനായിട്ടിരുന്ന് രാജാവിൻ്റെ കൽപ്പന ഇടുന്ന പോലെ കീഴിലുള്ളവരോട് കൽപ്പനയിട്ട് അവരെ ഭരിക്കാനല്ല. നിങ്ങൾ നായകന്മാരാകരുതെന്ന വചനം പറഞ്ഞത്. നിങ്ങളെല്ലാം ബ്രദേഴ്സ്, വി ആർ ബ്രദേഴ്സ്. നായകന്റെ പേരെടുക്കരുത്.
എവിടെ നിന്ന് വന്നു ഈ പ്രസിഡന്റ്? എവിടെ നിന്ന് വന്നു ഈ സെക്രട്ടറി? എവിടെ നിന്ന് വന്നു ഈ കൗൺസിൽ മെമ്പർ? തെരഞ്ഞെടുപ്പിനെ കുറിച്ച് പ്രവൃത്തി 6 ഞാൻ പഠിച്ചപ്പോൾ ശിഷ്യന്മാരെല്ലാം കൂടി പറഞ്ഞ് യവനായരും എബ്രാരും തമ്മിൽ പിറുപിറുപ്പ് നടക്കുക, അടിയും ബഹളവും. ഉടനെ കേസ് അപ്പോസ്തലന്മാരുടെ വന്നു. അപ്പോസ്തലന്മാർ പറഞ്ഞു, അപ്പോസ്തലന്മാരുടെ ശിഷ്യന്മാർ വന്ന് പറഞ്ഞു, ഞാൻ ഒരു തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന്. എനിക്കത് വിചിത്രമായിട്ട് തോന്നി. പാസ്റ്റർമാരായ പൗലോസും പത്രോസും യോഹന്നാൻ യാക്കോബ് എല്ലാം പറഞ്ഞു, നിങ്ങൾ തിരഞ്ഞെടുത്തോളാൻ പറഞ്ഞു. അവിടെ ആ സമയത്ത് പൗലോസില്ല. പത്രോസ്, യോഹന്നാൻ, യാക്കോബ് അവരൊക്കെ പ്രധാന ക്യാരക്ടർ. നിങ്ങൾ തിരഞ്ഞെടുപ്പൊക്കെ നിങ്ങൾ നടത്തിക്കോ, ഞങ്ങൾ പ്രാർത്ഥനയിൽ വൈശുഷ്യം ഇട്ടിരിക്കും. അതാണ് എനിക്ക് ബോധ്യമായത്. ഞാനതാ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ സഹോദരങ്ങൾ അതാ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ പ്രാർത്ഥിച്ച വചനത്തിൽ ധ്യാനിച്ചിരിക്കുക. ഇങ്ങനെ കർത്താവ് വൈകുന്നിടത്ത് പോയി പ്രസംഗിക്കുക. ആരെങ്കിലും വിശ്വസിക്കുന്നെങ്കിൽ അവരെ ആ വചനത്തിലൂടെ വളർത്തിയെടുക്കുക. ഒരു 10 പേരെയും കൊണ്ട് സ്വർഗത്ത് പോകാൻ പറ്റുമോ ഇന്നത്തെ കാലത്ത്? പറ, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ. ചിലർ പറയും ഞങ്ങൾ 8 ലക്ഷം പേരുണ്ടെന്ന്. 8 ലക്ഷം പേരുണ്ട്, എല്ലാം കൂടി കൂട്ടാതെ നരകത്തിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. പണ്ടൊരു തമിഴ്നാട്ടിൽ ഒരു പാസ്റ്റർ കോൺഫറൻസ് എന്ന ചരിത്രം ഞാൻ വീഡിയോ കൂടി കണ്ടത് കേട്ട് എനിക്ക് ചിരിച്ച് മണ്ണ് കപ്പിയ. കേരളത്തിൽ വന്നൊരു പാസ്റ്ററോട് ചോദിച്ച്, ഉങ്ക ചർച്ചിൽ എത്ര പേര് ഇருக்கு? எனக்கு 300 பேர் இருக்கு. 300 இருக்கு, എനിക്ക് 6000 இருக்கு. അണ്ണ 8000 വെച്ചിരിക്കാൻ. എങ്ങനെയുണ്ട്? ഇവിടെ ഒരുത്തൻ 3000 വെച്ച് പാട്ടും പാടി അവരുടെ ഭൗതികമൊക്കെ പിടുങ്ങിയെടുത്ത് സൂക്ഷിച്ച് നല്ല സുഖലോലുപനായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുക, ലക്ഷപ്രഭുവായി. കാശിന് പോക്കില്ലാത്ത പല പ്രിയപ്പെട്ടവരും, ഞാൻ ആളും പേരും പ്രസ്ഥാനം ഒന്നും പറയുന്നില്ല, ആരെ പരസ്യമായിട്ട് ആക്ഷേപിക്കാൻ താല്പര്യപ്പെടുന്നില്ല. കാശിന് പോക്കില്ലാത്തവന് വേദപുസ്തകം കയ്യിലെടുത്ത് ചില വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ അവർ കോടീശ്വരന്മാരായി. എങ്ങനെ ഉണ്ടായി കാശ്? എങ്ങനെ ഉണ്ടായി കാശ്? കൊരിന്ത്യർ ലേഖനത്തിലേക്ക് വരാൻ. സ്തോത്രം. വിഷയം തെന്നിപ്പോയെന്ന് ആരും ചിന്തിക്കല്ലേ. നമ്മൾ അടിമതുകത്തിൽ കിടന്ന് ഞെളിപിരി കൊള്ളുകയാണെന്നായി വചനത്തിലൂടെ ഞാൻ തെളിയിച്ചുകൊണ്ടിരിക്കുന്നത്. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായം 9-ാമത്തെ വാക്യം വായിക്കുന്നു. പിന്നെ അത് കഴിഞ്ഞ് 11, 12, 13 കൂടി വായിക്കുന്നു. ശ്രദ്ധിക്കണേ. ഞങ്ങൾ ലോകത്തിൽ ദൂതന്മാർക്കും മനുഷ്യർക്കും തന്നെ കൂത്തുകാഴ്ചയായി തീർന്നിരിക്കാൻ ദൈവം അപ്പോസ്തലന്മാരായ ഞങ്ങളെ ഒടുക്കത്തവരായി മരണവിധിയിൽ ഉൾപ്പെട്ടവരെ പോലെ നിർത്തി എന്ന് എനിക്ക് തോന്നുന്നു. 11, 12, 13. അതിനിടയിൽ 10-ാം വാക്യം വേറെ സബ്ജക്റ്റ്, അതുകൊണ്ട് ഞാൻ അത് തൊടാത്തത്. ഞങ്ങൾ ഈ നാഴിക വരെ ഞങ്ങൾ വിശന്നും ദാഹിച്ചും ഉടുപ്പാനില്ലാതെയും കുത്തുകൊണ്ടും സ്ഥിരവാസം കൂടാതെയും ഇരിക്കുന്നു. സ്വന്തം കൈയാൽ വേല ചെയ്ത് അധ്വാനിക്കുന്നു. ശകാരം കേട്ടിട്ട് ആശീർവദിക്കുന്നു. ഉപദ്രവം കേട്ടിട്ട് സഹിക്കുന്നു. ദൂഷണം കേട്ടിട്ട് നല്ല വാക്ക് പറയുന്നു. ഞങ്ങൾ ലോകത്തിൻ്റെ ചവറ് പോലെയും ഇന്നുവരെയും സകലത്തിൻ്റെ അഴുക്കായി തീർന്നിരിക്കുന്നു. ആദിമ അപ്പോസ്തലന്മാർ കർത്താവിൻ്റെ കൂടെ നടന്ന ശിഷ്യഗണങ്ങളുടെ ബയോഡേറ്റയാണ് വായിച്ച് കേട്ടത്. അവർക്ക് തിന്നാനില്ല, കുടിക്കാനില്ല, ഉടുക്കാനില്ല. അവരെല്ലാം വളരെ പ്രതിസന്ധിയിലൂടെ കടന്നുപോയെങ്കിലും അവർ ആത്മീയമായി സമ്പന്നരായിരുന്നു എന്നുകൂടി ഞാൻ പറഞ്ഞു വയ്ക്കാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു ആത്മീക സമ്പന്നന്മാരായിരുന്നു. വായിച്ചേരെ ഇപ്പോൾ 2 കൊരിന്ത്യർ ലേഖനം 6-ാം അധ്യായത്തിൽ ബഹു സഹിഷ്ണുത, കഷ്ടം, ബുദ്ധിമുട്ട്, സങ്കടം, തല്ല്, തടവ്, കലകം, അധ്വാനം, ഉറക്കളപ്പ്, പട്ടിണി, ഇങ്ങനെ പോകുന്നു. സ്തോത്രം. നിർവ്യാജ സ്നേഹം, സത്യവചനം, പരിശുദ്ധാത്മാവ്, ദയ, ദീർഘക്ഷമ, ഇടത്തും വലത്തും നീതിയുടെ ആയുധങ്ങൾ ധരിച്ചുകൊണ്ട് മാനാപമാനങ്ങളും ദുഷ്കീർത്തികളും അനുഭവിച്ച് ചതിയന്മാരെന്നിട്ടും സത്യവന്മാർ, ആരും അറിയാത്തവരെന്നിട്ടും എല്ലാവരും നല്ലവണ്ണം അറിയുന്നവർ, മരിക്കുന്നവരെന്നിട്ട് ഇതാ ഞങ്ങൾ ജീവിക്കുന്നു. നീ കേട്ടോണേ, ശിക്ഷിക്കപ്പെടുന്നവരെങ്കിലും കൊല്ലപ്പെടാത്തവർ. 10-ാം വാക്യം വായിച്ചങ്ങ് സന്തോഷിക്കണേ. ദുഃഖിതരെങ്കിലും എപ്പോഴും സന്തോഷിക്കുന്നവർ, ദരിദ്രരെങ്കിലും പലരെയും സമ്പന്നനാക്കുന്നവർ, ഒന്നുമില്ലാത്തവരെങ്കിലും എല്ലാം കൈവശമുള്ളവർ. 1 കൊരിന്ത്യർ 4:10 ഫ്ലക്സ് അടിച്ച്, അല്ല 2 കൊരിന്ത്യർ 6:10 വാക്യം ഫ്ലക്സ് അടിച്ച് വീട്ടിൽ തൂക്കണം. പാസ്റ്റർമാരെ, കർത്താവിൽ നിന്ന് ഡയറക്റ്റ് ഉപദേശം കേട്ട ശിഷ്യഗണങ്ങളുടെ ബയോഡേറ്റയും അവരുടെ ആത്മീകമായ അനുഭവങ്ങളും അവരുടെ ജീവിതത്തിലെ ഭൗതികമായ ബുദ്ധിമുട്ടുകളും ഞെരുക്കങ്ങളുമാണ് ഞാൻ വായിച്ചു കേൾപ്പിച്ചത്. 1 കൊരിന്ത്യർ 4:9, 11, 12, 13, 2 കൊരിന്ത്യർ 6:4 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ കുറിച്ചിട്ട് വായിച്ച് പഠിക്കണം. ഒരു 10 പ്രാവശ്യം വായിച്ച് പഠിച്ചോണം.
കർത്താവിൻ്റെ കൂടെ നടന്ന ശിഷ്യന്മാരുടെ ബുദ്ധിമുട്ടുകളും ഞെരുക്കങ്ങളും, അപ്പോൾ തന്നെ അവരുടെ ആത്മീക സമ്പന്നതയും, ദുഃഖിതരെങ്കിലും എപ്പോഴും സന്തോഷിക്കുന്നവർ, ദരിദ്രരെങ്കിലും പലരെയും സമ്പന്നനാക്കുന്നവർ, ഒന്നുമില്ലാത്തവരെങ്കിലും എല്ലാം കൈവശമുള്ളവരായി തന്നെ. ഇപ്പൊ ഇവിടെ പ്രസംഗിച്ച് കിടക്കുന്നുണ്ടല്ലോ കുറെ പേര്. നാളെ ഒരാൾ 2 പേര് ഞെളിഞ്ഞിരുന്നുകൊണ്ട് പറയുക, ഞാൻ ടാക്സ് കൊടുക്കുന്നുണ്ട്, കൃത്യമായി കൊടുക്കുന്നുണ്ട്, തട്ടിപ്പും വെട്ടിപ്പൊന്നും നടത്താതെ. നല്ല കാര്യം, കൊടുത്തോട്ടെ. കോടികൾ ഉണ്ടാക്കിയിട്ട് പിന്നെ കൊടുക്കണ്ടേ? വല്ലവനും വക്രിച്ചുണ്ടാക്കി, കളിപ്പിച്ചുണ്ടാക്കി, തട്ടിപ്പറിച്ചുണ്ടാക്കിയിട്ട് കൊടുക്കണം. കൊടുത്തില്ലേ സർക്കാർ പിടിക്കും. ഇവർക്കിങ്ങനെ ഈ ആദിമാപ്പസന്മാർക്കൊന്നും കിട്ടിയില്ല. തിന്നാനും ഇല്ല, കുടിക്കാനും ഇല്ല, ഉടുക്കാനും ഇല്ല. പക്ഷേ ഭൗതികമായ ഒരു ദരിദ്രന്മാരായിരുന്നെങ്കിൽ ആത്മീക സമ്പന്നതയുടെ അത്യുച്ചകോടിയിലായിരുന്നു അപ്പോസ്തലന്മാർ. അവർ വിശ്വാസത്തിൽ സമ്പന്നരായിരുന്നു, അവർ പ്രത്യാശയിൽ സമൃദ്ധിയുള്ളവരായിരുന്നു, അവർ സന്തോഷ സമൃദ്ധി ഉണ്ടായിരുന്നു, അവർ സകല വചനത്തിലും പരിജ്ഞാനത്തിലും സമ്പന്നരായിരുന്നു, അവർ നീതിയുടെയും സ്വതന്ത്ര അനുഭവത്തിൽ അവർ സമ്പന്നരായിരുന്നു, നീതിയുടെയും കൃപാദാനത്തിൻ്റെയും സമൃദ്ധി അവർക്കുണ്ടായിരുന്നു. ഓ ഹല്ലേലൂയ! അവർ ആത്മീക സമ്പന്നന്മാരായിരുന്നു. ഇന്നിവിടുത്തെ ഭൗതിക സമ്പന്നത എന്ന് അവകാശപ്പെടുന്ന ജഡീകന്മാര് ആത്മീക ദാരിദ്ര്യത്തിന്റെ പടുക്കുഴി കിടക്കിയവരില്ല. ഞാനത് മനസ്സിലാക്കി പറയാ, ചുമ്മാ പറയല്ല. അതാണ് ലവോദിക്യ. ദരിദ്രൻ, നഗ്നൻ, കുരുടൻ, തന്നിമിത്തം അരിഷ്ടനും നിർഭാഗ്യവനുമായി. നീ സമ്പന്നനാകണമെങ്കിൽ തീയിൽ ഊതി കഴിച്ച പൊന്നേതാ? പത്യോപദേശം, പത്യോപദേശം. ഞാൻ നഗ്നത ലജ്ജ വെളിവാകൊണ്ടും വെള്ളവസ്ത്രം, രക്ഷാവസ്ത്രവും നീതിവസ്ത്രവും നഷ്ടപ്പെടുത്തി നഗ്നനായി. പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ ദൈവവചനം പഠിക്കുകയും പ്രസംഗിക്കുകയും ചെയ്യേണ്ട നീ തത്വജ്ഞാനം പറഞ്ഞ് ബുദ്ധി പ്രസംഗിക്കാൻ തുടങ്ങിയപ്പോൾ ആത്മീക കുരുടനായി. ദൈവസന്നിധിയിൽ ചെയ്തു പോയ തെറ്റുകളെ ഓർത്ത് ഏറ്റുപറഞ്ഞ് ആത്മീക സമ്പന്നത പ്രാപിക്കാനാ ലവോദിക്കയോട് കർത്താവിൻ്റെ വരവിന് മുൻപ് ഈ ഭൂമിയിലുള്ള ആത്മികരെന്ന് പറയുന്ന ജഡീകന്മാരായ ദൈവസഭകളോട് ദൈവത്തിൻ്റെ ആത്മാവ് ദൂത് പറയുക. പുതിയ നിയമസഭയുടെ ഏറ്റവും അവസാനത്തെ ദൂത് റിപ്പൻഡന്റ്, മാനസാന്തരപ്പെടുക എന്നുള്ളതാണ്. ഹല്ലേലൂയ! നമ്മളിപ്പോ സ്വാതന്ത്ര്യം ഉണ്ടെന്ന് പറയുന്നവർ അടിമതത്തിൽ കിടക്കുക പ്രിയമുള്ളവർ. അതാ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അടിമതത്തിന്റെ അടിമതത്തിൽ കിടക്കുക. സാത്താൻ ബന്ധിച്ചിട്ടിരിക്കുക പുതിയ നിയമസഭയെ. ഹല്ലേലൂയ! ക്രിസ്തുവിലുള്ള സന്തോഷവും സമാധാനവും പ്രത്യാശയും കർത്താവിൻ്റെ വരവിനെ കുറിച്ചുള്ള പഠനങ്ങളും പഠിപ്പിക്കലുകളും സഭ വിട്ടിട്ട് സഭ ഭൗതിക സമ്പത്ത് നേടി അതിൽ തിമിർത്തുകൊണ്ടിരിക്കുക. ഞങ്ങൾ ടാക്സ് കൊടുക്കാന്ന്. വല്ലവൻ്റെ വക്രിച്ചെടുത്താൽ പിന്നെ ടാക്സ് കൊടുക്കണ്ടേ? 7 മെഷീൻ വെച്ച് എണ്ണിക്കൊണ്ടിരിക്കുകയെന്ന്. ഓ, എന്ത് മാന്യതയാണെന്നറിയോ അത്? ഞാനെൻ്റെ തല നിലത്തോളം കുനിക്കുക, ഇതൊക്കെ കേട്ടിട്ട് ഈ വക കൊള്ളരായികൾ കേട്ടിട്ട്. വേറെ പല പ്രസ്താവനകളുണ്ട്, അത് പറയാൻ എൻ്റെ നാവ് അങ്ങോട്ട് വരുന്നില്ല. ഞങ്ങളുടെ സഭ വർദ്ധിച്ചു കൊണ്ടിരിക്കുക. അങ്ങനെയാ പാപം ചെയ്ത് ബാംഗ്ലൂരിൽ നിന്ന് വന്ന ഒരു പൊന്നുമോൻ പറഞ്ഞിട്ട് പോയതാ. ഒക്കെ പൊതിഞ്ഞു പറയണമെങ്കിൽ, അല്ലെങ്കിൽ നാണക്കേടാ. ആരെങ്കിലും കേട്ട നാണക്കേടാ. ഹല്ലേലൂയ! എനിക്ക് വേദനയുണ്ട് സഹോദരങ്ങളെ, വേദനയുണ്ട്, വലിയ വേദനയുണ്ട്. എൻ്റെ വേദന കൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. പരിഹാസമല്ല, നിന്ദിക്കുകയല്ല, പഴിക്കുകയല്ല, ദൂഷിക്കുകയല്ല. പരപരവേശ വരവരവിളീശ എന്ന് പറഞ്ഞ് കോമാളിത്തരം കാണിച്ചിട്ട് പിന്നെ അതിനെ ന്യായീകരിച്ചുകൊണ്ടിരിക്കുക. ആത്മാവ് ഇടപെടുമ്പോൾ ഞാനത് ചെയ്യുമെന്ന്. ഏത് ആത്മാവ്? ദൈവത്തിൻ്റെ ആത്മാവ്. പിന്നെ ഞങ്ങൾക്കെന്താ അതൊന്നും വരാത്തെ? നിങ്ങൾ വേറെ ലെവലില്ല, ഒരു ലെവലും ഇല്ല സഹോദര. ഹല്ലേലൂയ! ഇടയ്ക്ക് ഒരാൾ പറയണ്ടേ, ഈ 85 വയസ്സുള്ള ഒരു മുതുക്കൻ പരപരമേശ വരമരളീശ എന്നുള്ള പാട്ടിനെ വികൃതമാക്കി കളഞ്ഞു. എന്നിട്ട് ഇപ്പൊ കിടന്നുകൊണ്ട് ന്യായീകരിക്കുക അതിന്. സന്തോഷം പറയുമ്പോൾ പാടുവന്നു. യാക്കോബിന്റെ ലേഖനം വായിച്ചു നോക്കി. നിങ്ങൾ കഷ്ടം അനുഭവിക്കുന്ന പാട്ട് പാടട്ടെ, ദുഃഖം അനുഭവിക്കുന്ന പ്രാർത്ഥിക്കട്ടെ. പാട്ട് പാടട്ടെ, ആത്മാവിൽ പാടട്ടെന്ന് പാടി സന്തോഷിക്കട്ടെ.
ദൈവരാജ്യം ഭക്ഷണം പാനീയമല്ല, നീതി, സമാധാനം, പരിശുദ്ധാത്മാവിൽ സന്തോഷം. ആത്മാവിൽ പാടി സന്തോഷിക്കും. ഞാനൊക്കെ ചെയ്യാറുള്ള കാര്യം അതാ. രാവിലെ എഴുന്നേറ്റ് അരമണിക്കൂർ ആത്മാവിൽ പ്രാർത്ഥിക്കും, ആത്മാവിൽ പാടും. എന്താ കുഴപ്പം? എന്താ? സന്തോഷവും സമാധാനവും സൗഖ്യവും ഒക്കെ കർത്താവ് തന്നുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. വലിയ പ്രത്യാശ കർത്താവ് ഹൃദയത്തിൽ തന്നുകൊണ്ടിരിക്കുക. കണ്ണടഞ്ഞാൽ വിശുദ്ധന്മാരുടെ മധ്യത്തിൽ ചെല്ലും, ആ ഭാഗത്ത് ആ വിശുദ്ധന്മാരുടെ കൂടെ ചെല്ലുമെന്നുള്ളൊരു വലിയ പ്രത്യാശ ഹൃദയത്തിൽ തന്നുകൊണ്ടിരിക്കുക. അല്ലെങ്കിൽ കർത്താവ് വരികയാണെങ്കിൽ രൂപാന്തരം കിട്ടും, അല്ലെങ്കിൽ ഉയർപ്പ് കിട്ടും. ഈ പ്രത്യാശ ഹൃദയത്തിലുണ്ട്. അതുകൊണ്ട് എത്ര ധൈര്യമായിട്ടിരുന്ന് പറയുന്നത്. ചുമ്മാ പറയല്ല, പാഴ്വാക്ക് പറയല്ല, ഉള്ളതുപോലെ പറയുകയാണ്. സഹോദരങ്ങളെ, ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യം കിട്ടിയെന്ന് പറഞ്ഞ് നമ്മൾ ഊറ്റം കൊള്ളണ്ട. നമ്മൾ അടിമ നുകത്തി കിടക്കുകയാണ്. നമ്മൾ അടിമ നുകത്തില്ല. എല്ലാവരും അല്ല. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പത്യവചനവും ഭക്തികത്വ ഉപദേശവും അനുസരിച്ച് ജീവിച്ച് ക്രിസ്തുവിൻ്റെ പ്രമാണത്തിൻ്റെ വ്യവസ്ഥയിൽ നിലനിന്ന് ദൈവവചനത്തിൻ്റെ വിശുദ്ധിയിലും വേർപാടിലും ജീവിച്ച് ലോകത്തോട് ഇടകലരാതെ വിട്ടുപോരുവിൽ അശുദ്ധമായതൊന്നും തുടരുത്. എന്നാൽ ഞാൻ നിങ്ങളെ കൈക്കൊണ്ട് നിങ്ങളെനിക്ക് പുത്രന്മാരും പുത്രിമാരുമായിരിക്കും. കർത്താവിനെ കൈക്കൊണ്ടു നമ്മൾ. കർത്താവ് നമ്മളെ കൈക്കൊള്ളണമല്ലോ. കൊള്ളണമെങ്കിൽ എന്ത് വേണം? വിശുദ്ധിയും വേർപാടും പാലിക്കണം. ചുമ്മാ ഒന്നും കിട്ടത്തില്ല, ചുമ്മാ ഒന്നും പറ്റത്തില്ല. ഞങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാകുന്നു, ദൈവത്തിൽ നിന്നുള്ളവൻ ഞങ്ങളുടെ വാക്ക് കേൾക്കുന്നു. അപ്പോസ്തലന്മാർ പറഞ്ഞതാ. ദൈവത്തിൽ നിന്നല്ലാത്തവൻ ഞങ്ങളുടെ വാക്ക് കേൾക്കുന്നില്ല. സത്യത്തിൻ്റെ ആത്മാവ് ഏതെന്നും വഞ്ചനയുടെ ആത്മാവ് ഏതെന്നും ഇതിനാൽ അറിയാം. 1 യോഹന്നാൻ 4:6. പെന്തക്കോസ്തോളമേ, ഈ വാക്യം വായിച്ച് നാം ഭയപ്പെടണം. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം, പിതാവേ നീ എനിക്ക് തന്നിട്ടുള്ളവർ. പിതാവ് തിരഞ്ഞെടുത്ത് കൊടുത്ത പുത്രന്മാർ കൊടുത്തതാണ് ആദിമ അപ്പോസ്തലന്മാർ. അവർക്കാണ് ദൈവം വചനം വരമേൽപ്പിച്ചത്. അവരെയാണ് ദൈവ ശുശ്രൂഷ വരമേൽപ്പിച്ചത്. അവരിൽ കൂടിയാണ് ലോകത്തിന് ഈ വചനം കിട്ടിയത്, അല്ലാതെ എന്നിലും നിങ്ങളിലൂടെയല്ല. അവർ പറഞ്ഞു വച്ചിരിക്കുന്ന വ്യവസ്ഥ തെറ്റിപ്പോകാതെ, ഒരു വരവണ്ണം തെറ്റാതെ അതങ്ങനെ തന്നെ പ്രസ്താവിച്ചാലേ നീ അടിമനുഖത്തിന് കീഴിലാകാതിരിക്കത്തുള്ളൂ. അല്ല, അത് തെറ്റിച്ച് പറഞ്ഞാൽ, ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതിന് വിപരീതമായി ഞങ്ങളാകട്ടെ സ്വർഗത്തിൽ നിന്ന് ദൂതനായിട്ട് നിങ്ങളുടെ സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ, അവൻ അടിമനുഖത്തിൽപ്പെട്ടവനായി. അപ്പോസ്തലന്മാർ പറഞ്ഞു വെച്ച വചന വ്യവസ്ഥ മാറ്റി പറഞ്ഞാൽ, തിരുത്തി പറഞ്ഞാൽ, നമുക്ക് തോന്നിയ പറഞ്ഞാൽ, കോട്ടി പറഞ്ഞാൽ, കൂട്ടുചേർത്ത് പറഞ്ഞാൽ, മറിച്ച് പറഞ്ഞാൽ ശാപഗ്രസ്തമായി തീരും, ശാപിക്കപ്പെട്ടവരായി മാറും. നീ അടിമനുഖത്തിൽ കിടക്കുകയാണ്, നിനക്ക് സ്വാതന്ത്ര്യമില്ല. പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ, എൻ്റെ അർത്ഥം ക്രിസ്തുവിൻ്റെ പ്രമാണം നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ. ക്രിസ്തുവിൻ്റെ പ്രമാണത്തിൻ്റെ പ്രത്യേകത എന്താ? മോശയുടെ പ്രമാണത്തിൻ്റെ പ്രത്യേകത എന്താ? ജോൺ 6:6 കർത്താവ് പറഞ്ഞു, ഞാനോട് സംസാരിച്ച വചനങ്ങൾ ആത്മാവും ജീവനുമാകുന്നു. ഓ, ഈ ആത്മാവും ജീവനുമാകുന്ന വചനം നമ്മൾ പ്രസംഗിക്കുമ്പോഴാണ് എന്തുണ്ടാകുന്നത്? ആത്മീക ജീവൻ നമ്മളിൽ ഉണ്ടാകും. ഇല്ലെങ്കിലോ ജീവനില്ല. 2 കൊരിന്ത്യർ ലേഖനം 3-ാം അധ്യായം വായിച്ച് പഠിച്ചു വെച്ചാൽ മതി. അധ്യായം മുഴുവൻ വായിച്ച് പഠിച്ചാൽ മതി. ഹൃദയദൃഷ്ടി വരെയും കുരുടായി പോകുന്ന എഴുതിയേക്കുന്ന പഴയ നിയമം വായിക്കുമ്പോൾ മൂടുപടം വീഴും. അറബി പെണ്ണുങ്ങൾ കണ്ണിൽ മൂടുപടം ഇടുന്ന പോലെ പുതിയ നിയമ വിശ്വാസി ന്യായപ്രമാണവും ആ ചൊൽത്തും ചൊതുപ്പും മോശെ, ഏലിയാവും ദാവീദും വെട്ടും കുത്തും ഒക്കെ പഠിച്ചുകൊണ്ടിരുന്ന, ദാവീദിന്റെ ഉലാവിലൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന എന്താ പറ്റും? മൂടുപടം ഹൃദയത്തിൽ വീഴും. പുതിയ നിയമ വചന വെളിപ്പാട് നിനക്ക് പ്രസംഗിക്കാനോ പഠിക്കാനോ കഴിയാതെ ഹൃദയ കണ്ണ് കുരുടായി പോകും. അങ്ങനെ കുരുടായ ഒരു കൂട്ടരാണ് ലവോദിക്ക. കുരുടൻ എങ്ങനെ വഴി കാട്ടുന്നത്? കുരുടനെ വഴിയായിട്ട് 2 പേരും കുഴി വീണ് കിടക്കുക. ഇന്ന് യെരൂശലേം ദേവാലയം കർത്താവ് എന്താ പറഞ്ഞു? എൻ്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും. നിങ്ങളിതിനെ കള്ളന്മാരുടെ ഗുഹയാക്കി മാറ്റി. കുരുടന്മാരെ കൊണ്ട് നിറഞ്ഞു, ദ്രവ്യാഗിരികളെ കൊണ്ട് നിറഞ്ഞു. ഹല്ലേലൂയ. മത്തായി 23 എല്ലാവരും വായിച്ച് പഠിച്ചോണം. മത്തായി 23-ാം അധ്യായം മുഴുവൻ വായിച്ച് പഠിച്ചോണം. ഈ ഇടയ്ക്കൊരു സഹോദരൻ എന്നോട് പറഞ്ഞു, വിമർശനമാണ് പാസ്റ്ററിന്. അതേ, വിമർശനം തന്നെയാന്ന് പറഞ്ഞു. ഏറ്റവും വലിയ വിമർശകൻ കർത്താവായ യേശു ക്രിസ്തുവും അപ്പോസ്തലന്മാരുമാണ്. പഴയ നിയമത്തിലെ പ്രവാചകന്മാരാണ് വലിയ വിമർശകര്. ഹല്ലേലൂയ. ഈ ഇടയ്ക്ക് ഒരാൾ പറയുന്നു, റോമാലേഖനം 6-ാം അധ്യായത്തിലെ ആ സ്നാനം പരിശുദ്ധാത്മാവ് സ്നാനമാണ്. അപ്പോൾ ഒരു പാസ്റ്റർ പ്രസംഗിച്ചു, മനോഹരമായൊരു പ്രസംഗം. ചെന്നായ്ക്കൾ എഴുന്നേറ്റിരിക്കുന്നു.
കൊടിയ ചെന്നായ്ക്കൾ. ഈ മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിൽ ആട്ടിൻ തോൽ ധരിച്ച ചെന്നായ്ക്കൾ എന്നൊരു പദം അവിടെ കാണാൻ കഴിയും. സ്വതം ഞാനത് വേണമെങ്കിൽ ഒന്ന് വായിച്ച് കേൾപ്പിക്കാനായിട്ട് കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെടുക. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം. അത് കർത്താവ് പറഞ്ഞത് കൂടി ഒന്ന് ചേർത്ത് പഠിക്കുമ്പോൾ അതിൻ്റെ മനോഹാരിത നമുക്ക് മനസ്സിലാകുന്നത്. സ്തോത്രം. കള്ളപ്രവാചകന്മാരെ സൂക്ഷിച്ചുകൊള്ളുവിൻ. മത്തായി 7:15. അവർ ആടുകളുടെ വേഷം കൊണ്ട് നിങ്ങളുടെ അടുക്കൽ വരുന്നു, അകമയോ കടിച്ചു കീറുന്ന ചെന്നായ്ക്കളാകുന്നു. അവരുടെ ഫലങ്ങളാൽ നിങ്ങളവർക്ക് തിരിച്ചറിയാം. ഈ വിഷയം, ഈ ചെന്നായ എന്നുള്ള വിഷയം പൗലൂസ് പറഞ്ഞപ്പോൾ അതിൻ്റെ ഗൗരവം അങ്ങ് കൂടി. സ്തോത്രം. അത് ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം. പ്രവൃത്തി പുസ്തകം 20-ാം അധ്യായത്തിനും അതിൻ്റെ 20-ാം വാക്യം എന്താണെന്നറിയാമോ? പ്രയോജനമുള്ളതൊന്നും മറച്ചു വയ്ക്കാതെ ഞാൻ മുഴുവനും നിങ്ങൾക്ക് അറിയിച്ചു തന്നിരിക്കുന്നു. ശുശ്രൂഷന്മാരോട് എനിക്ക് പറയാനുള്ളത്, ദൈവസഭയ്ക്ക് പ്രയോജനമുള്ളത് പ്രസംഗിക്കുക. കണ്ട ചപ്പും ചവറും പ്രസംഗിച്ച ആൾക്കാരെ കേൾപ്പിക്കാതെ. അവരുടെ ആത്മീയ വളർച്ചയ്ക്ക്, ആത്മീയ വർധനവിന്, ആത്മീയ നിറവിന് ആവശ്യമുള്ള വചനങ്ങൾ അവരെ പ്രസംഗിച്ച് പഠിപ്പിച്ച് അവരെ കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുക്കി നിർത്തുക. അല്ലെങ്കിൽ ജനം അടിമനുകത്തിപ്പോവും. അങ്ങനെ പോയി കിടക്കുകയാണ് ഇന്ന് നല്ലൊരു ശതമാനം. ഹല്ലേലൂയ. മത്തായി 20:27. ദൈവത്തിൻ്റെ ആലോചന ഒട്ടും മറച്ചു വയ്ക്കാതെ ഞാൻ മുഴുവനും അറിയിച്ചു തന്നിരിക്കുന്നുവല്ലോ. ഇപ്പം ദൈവത്തിൻ്റെ ആലോചന അറിയിക്കാൻ വേറെ ആരെങ്കിലും വരണം. പ്രവാചകന്മാർ വരണം ദൈവത്തിൻ്റെ ആലോചന അറിയിക്കാൻ. ഇന്നത്തെ പെന്തക്കോസ്തുകാർക്ക് വരണ്ട. പൗലൂസും പത്രോസും യോഹന്നാനും യാക്കോബും യൂദയും തരുന്നത് ദൈവത്തിൻ്റെ ആലോചനയാണ്. നീ പ്രവാചകനായിരിക്കാം, ആത്മീയനായിരിക്കാം. ഞാൻ ഇടുന്നത് ദൈവത്തിൻ്റെ കൽപ്പന. 1 കൊരിന്ത്യർ 14:37. നീ അറിയുന്നില്ലെങ്കിൽ അറിയാതിരുന്നോട്ടെ, ചെവിയുള്ളവൻ കേൾക്കട്ടെന്ന് പറയുന്നതിന് തുല്യമാ പദപ്രയോഗം. ഹല്ലേലൂയ. ഞാൻ പോയ ശേഷം ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ ഇടയിൽ കിടക്കും. കർത്താവ് പറഞ്ഞ് ചെന്നായി എന്ന് പറഞ്ഞ് ഇവിടെ കൊടിയ ചെന്നായി, ആട്ടിൻ തോൽ ധരിച്ച ചെന്നായ്ക്കൾ ഇന്ന് ആത്മീയ കോളത്തെ അടക്കി ഭരിച്ചുകൊണ്ടിരിക്കുക. വിപരീത ഉപദേശം പ്രസ്താവിക്കുന്ന പുരുഷന്മാർ നിങ്ങളുടെ എഴുന്നേൽക്കും. അതുകൊണ്ട് ഉണർന്നിരിപ്പീൻ. ഞാൻ 3 സംവത്സരം രാപ്പകൽ ഇടപെടാതെ കണ്ണുനീർ വാർത്തുകൊണ്ട് ഓരോരുത്തരും ബുദ്ധി പറഞ്ഞത് ഓർത്തുകൊള്ളുവീൻ. നിങ്ങൾക്ക് ആത്മീയ വർധന വരുത്തുവാനും സകല വിശുദ്ധന്മാരോടുകൂടി അവകാശം തരാൻ കഴിയുന്ന ദൈവത്തിലും അവൻ്റെ കൃപയുടെ ബലത്തിലും ഞാനിപ്പോൾ നിങ്ങളെ ഭരമേൽപ്പിക്കുന്നു. തീർന്നില്ല. ആരുടെയോ വെള്ളിയോ പൊന്നും ഞാൻ മോഹിച്ചിട്ടില്ല. ഇന്നിപ്പോൾ ന്യൂ ജനറേഷൻ ഭാഷമാർ പറയുക, സ്വോത്രാഴ്ചയ്ക്ക് കാശ് കൊണ്ടുവന്നില്ലേ, പേഴ്സ് എടുക്കാൻ മറന്നുപോയോ, ഭാരപ്പെടണ്ട, വള ഞങ്ങൾ സ്വീകരിക്കും, മോതിരം സ്വീകരിക്കും, നാക്കുത്തി, കാക്കുത്തി, മൂക്കുത്തി, കീക്കുത്തി, എല്ലാ കുത്തികളും ഞങ്ങൾ സ്വീകരിക്കും. എങ്ങനെയുണ്ട്? ലജ്ജിക്കണം നമ്മൾ. ഇടയ്ക്കൊരു സഹോദരൻ പറഞ്ഞപ്പോൾ ഞാൻ വിശ്വസിച്ചില്ല. എനിക്ക് ഇപ്പോഴും അങ്ങോട്ട് വിശ്വാസം വരുന്നില്ല. ന്യൂ ജനറേഷൻ പാസ്റ്റർമാർ ചിലർ, ഞാൻ പേരൊന്നും പറയുന്നില്ല, അവർ ഈ ആഭരണം ഇടാൻ വേണ്ടി പ്രേരിപ്പിച്ച് അവരുടെ ഗ്രൂപ്പിൽപ്പെട്ട ഗുണം പിടിക്കാത്ത കുറെ സഹോദരിമാരുടെ മുക്കുബണ്ടം അടയാളം രേഖപ്പെടുത്തി വലിച്ചെറിയുന്നു. അല്ലേലിയ മാഗസിൻ്റെ ഒരു എഡിറ്ററാണ് അത് പറഞ്ഞത്. ഞാൻ ആ സഹോദരൻ ഓർക്കുന്നില്ല, പേര് മറന്നുപോയി. ഇങ്ങോട്ട് ഞാൻ ഞെട്ടിപ്പോയത് കേട്ടിട്ട്. അപ്പോൾ ഈ സഹോദരിമാർ വലിച്ചെറിയുമ്പോൾ നല്ല തറവാടിത്തത്തിൽ നിന്ന് വന്ന അമ്മമാരുണ്ടല്ലോ, ഇവന്മാരുടെ പ്രസംഗം കേട്ടിട്ട് അങ്ങ് വിറച്ചു തുള്ളി നിൽക്കുന്ന കുറേ സഹോദരിമാരുണ്ട്. സമുദായത്തിൽ നിന്നൊക്കെ വന്നവർ. അവർ നല്ല വളയും മാലയൊക്കെ ഇട്ട് വന്നവരാ. ഈ മുക്കുബണ്ടം വലിച്ചെറിയുന്ന കൂട്ടത്തിൽ ഇതുകൂടി വലിച്ചെറിയുമെന്ന് പറഞ്ഞു കേട്ടതാണ് കേട്ടോ, എനിക്കറിയില്ല. എന്നിട്ട് പങ്കുവെക്കാൻ നേരത്ത് നിങ്ങളുടേതൊക്കെ എടുത്തോ, ബാക്കിയൊക്കെ ഞങ്ങൾക്ക് തന്നേരുന്നു. എങ്ങനെയുണ്ട്? പൗലൂസ് എന്താ പറഞ്ഞേ? ഞാൻ ഇതിലൊരു വചന വെളിപ്പാട് പറഞ്ഞതേ ഉള്ളൂ. ആരുടെയോ വെള്ളിയോ പൊന്നോ ഞാൻ മോഹിച്ചിട്ടില്ല. ആദ്യം അപ്പോസ്തലന്മാർ വെള്ളിയും പൊന്നും ഒന്നും മോഹിച്ചില്ല. അവർക്ക് ആരും ഒട്ട് കൊടുത്തുമില്ല, അവർക്കൊട്ട് വേണ്ടേന്താനും അവരൊന്നും പറഞ്ഞതുമില്ല. ഇതെവിടെ നിന്ന് വന്നു നമ്മുടെ സഹോദരന്മാർക്ക് ഈ സ്വർണ്ണാഭരണങ്ങൾ ഊരിയിടാൻ പറയുന്ന ഒരു മഹാൻ പറയുക, നിങ്ങളുടെ കയ്യിലുള്ളത് എന്തും ഞങ്ങൾ സ്വീകരിക്കും. നിങ്ങളുടെ ഉണക്ക മൊബൈൽ ഈ പാട്ടയിൽ കൊണ്ട് നടും. ഒരു വലിയ ചവപ്പെട്ടി പോലെ ഒരെണ്ണം കൊണ്ട് വെച്ചിട്ടുണ്ട് അണ്ടർ റേസിങ്ങിന് വേണ്ടി ഈ കള്ളന്മാർ. അതിലേക്ക് ഇടുക, മൊബൈൽ ഫോൺ ഇടുക, വളയിടുക, മാലയിടുക, വില പിടിപ്പുള്ളത് എന്തും ഞങ്ങൾ എടുക്കും. എന്നിട്ട് അവൻ്റെ കയ്യിൽ ഒരു ഒലക്ക പോലൊരു മൊബൈൽ ഇരിപ്പുണ്ട്, അതൊട്ട് ഇടത്തുമില്ല. അതാണ് ഭയങ്കരം. ഈയിടയ്ക്കൊരു സഹോദരൻ 8 കോടി ആവശ്യമുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഒരു മഹാൻ 1 രൂപ ഇട്ട് കൊടുത്ത ചരിത്രം പോലെ.
ഇതൊക്കെ എന്തവാ ദൈവമക്കളെ? അല്ലെ, ഇതൊക്കെ എന്തവാ ഇതൊക്കെ? പറയണ്ട പറയണ്ട, വിട്ടുകളെ വിട്ടുകളെന്ന് വിചാരിച്ചാൽ പിന്നെ തികട്ടി വരിക. എന്തവാ ഇതൊക്കെ? സമുദായക്കാര് നമ്മളെ കണ്ട് കാറി കൂവുകയാണ്, തുപ്പുകയാണ് നമ്മുടെ നേരെ അവര്. നിങ്ങളാണോ ബന്ധുക്കുസാരി? ഇതര ജാതി മതസ്ഥർ ഇതൊക്കെ കേട്ടാൽ നമ്മൾ എന്താ കാണുന്നത്? കൊള്ളയടിക്കാരാണ്, കൊള്ളയടിക്കാര്, സുവിശേഷം പ്രസംഗ കൊള്ളയടിക്കാര് വരുന്നു. ബോർഡിൽ കൂടി എഴുതേണ്ട താമസമുള്ളൂ. മനസ്സിലായിക്കോ? പാറ്റുന്നവൻ വരും. എൻ്റെ ഒരു വലിയ മെസ്സേജാണ്. ആ മെസ്സേജ് ഞാൻ പറഞ്ഞിട്ടില്ല, പറയാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുക, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായത്തിലാണ് വാക്ക്. നിങ്ങൾ വലിയ താമസം കൂടാതെ നിങ്ങൾക്ക് ആ മെസ്സേജ് കിട്ടും. വീശുമുറം അവൻ്റെ കയ്യിലുണ്ട്, അവൻ കളത്തെ മുറ്റും വെടിപ്പാക്കും, ഗോതമ്പ് കളപ്പുരയിൽ കൂട്ടിവെക്കും, പതിർ കെടാത്ത തീയിലിട്ട് ചുട്ടുകളയും. അത് സംഭവിച്ചു കൊണ്ടിരിക്കുക. ഇപ്പോൾ വടക്കേന്ത്യയിൽ പാറ്റ് തുടങ്ങിയിരിക്കുക. നിറമണികൾ മാത്രം നിൽക്കും, അല്ലാതൊക്കെ കണ്ടം വഴി ഓടി രക്ഷപ്പെടും. നിറമണി വലിയ പ്രസംഗ വിഷയമാണ്. ഞാനത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. നിയോഗം തരുമ്പോഴേ അത് പ്രസംഗിക്കത്തുള്ളൂ. വാക്യം ഞാനിപ്പോ പറഞ്ഞതേ ഉള്ളൂ. വീശുമുറം അവന്റെ കയ്യിലുണ്ട്. നെല്ലിനെയും പതിരിനെയും തമ്മിൽ സ്വത്രം വേർതിരിക്കുന്നതാണ് വീശുമുറം. കർത്താവിന്റെ വരവിന് മുൻപ് പതിരുകളെ മാറ്റും, നിറമണികളെ മാറ്റാൻ പോവുക. എൻ്റെ ഈ പ്രസംഗം കേട്ടിരിക്കുന്ന വാത്സല്യ ദൈവമക്കളെ, നിങ്ങൾ ഏതവസ്ഥയിലായിരിക്കുന്നു എന്ന് നിങ്ങൾ നിങ്ങളെ തന്നെ ഒന്ന് വിലയിരുത്ത. നിറമണികളാണോ? അത് വെറും പതിരായിട്ടിരിക്കുകയാണോ? വെറും പാട്ടും കൂത്തും ബഹളവും ആയിട്ട് മാത്രം ഇരിക്കുകയാണോ? ന്യൂ ജനറേഷൻ പാസ്റ്റർമാർ നിങ്ങളെ നിറമണികളാക്കി വെക്കുന്നോ അതോ പതിരാക്കി വെക്കുന്നോ? നിറഞ്ഞ ആത്മീയ അനുഭവം, സകലത്തിലും നിറയ്ക്കുന്ന അവൻ്റെ നിറവായിരിക്കുന്ന അവൻ്റെ ശരീരമാം സഭയ്ക്ക് കർത്താവിനെ കൊടുത്തിരിക്കുക. പിതാവ് പുത്രനെ കൊടുത്തിരിക്കുക സകലത്തിലും നിറവ് പ്രാപിക്കാൻ. നീ പതിരായിട്ടിരുന്നാലുണ്ടല്ലോ, കാറ്റ് വരുമ്പോൾ നീ പതറിപ്പോകും, പ്രതികൂലം വരുമ്പോൾ നീ പതറിപ്പോകും. നമ്മൾ സുവിശേഷത്തിൻ്റെ രക്തസാക്ഷികളായി തീരേണ്ടവരാണ്. ഇന്നല്ലെങ്കിൽ നാളെയൊക്കെ എൻ്റെയൊക്കെ കഴുത്തിൽ കത്തി വീഴില്ലെന്ന് ആരും വീഴുന്നവരെയും പ്രസംഗിക്കും, അല്ല എന്താ? കൊല്ലുന്നവരെയും പ്രസംഗിക്കും, അല്ല എന്താ? ഹല്ലേലൂയ. ഞാനൊരു അതിശയോക്തിയായിട്ട് പറയല്ല, വളരെ താഴ്മയോടെ വളരെ വിനയത്തോടെ ഞാൻ പറയട്ടെ, നമുക്ക് നല്ലൊരു ആത്മീയരാകാം. സ്വാതന്ത്ര്യം കിട്ടിയെന്നും പറഞ്ഞ് തുള്ളിച്ചാടണ്ട. സ്വാതന്ത്ര്യ ദിനത്തിൻ്റെ കൊടിയുയർത്താനൊക്കെ വിളിച്ചിട്ട് ഞാനൊന്നും പോയില്ല. എന്ത് സ്വാതന്ത്ര്യം? രാഷ്ട്രീയമായി നമ്മൾ അടിമുഖത്തിൽ, ആത്മീയമായി നമ്മൾ അടിമുഖത്തിൽ, നമ്മൾ പലരും അടിമുഖത്തിലെ പലരും ആക്കി വെച്ചുകൊണ്ട് ഞാൻ അടിമുഖത്തിൽ കിടക്കുകയല്ല. ഞാൻ ക്രിസ്തുവിന് സ്വതന്ത്രനാണ്. എനിക്ക് ആ നല്ല ബോധ്യം ഉള്ളിലുണ്ട്. അതുകൊണ്ട് ഞാനിത് പ്രസംഗിക്കുന്നത്, അല്ലെങ്കിൽ പ്രസംഗിക്കാൻ പറ്റത്തില്ല. ക്രിസ്തുവിലുള്ള സ്വാതന്ത്ര്യം ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുക. കർത്താവിൻ്റെ സന്തോഷം ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുക. കർത്താവിലുള്ള സന്തോഷം, കർത്താവിൻ്റെ സമാധാനം, കർത്താവ് വരുന്ന പ്രത്യാശ, ഒരു തീക്കനൽ അനുഭവിക്കുന്ന പോലെ കഷ്ടകളിലും ബുദ്ധിമുട്ടുകളിലും ഞെരുക്കങ്ങളിലൊക്കെ കർത്താവിനെ ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി. അതുകൊണ്ട് ധൈര്യമായിട്ട് ഞാൻ പറയുന്നത് ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി. ആയാൽ അത് ഉറച്ചു നിൽപ്പീൻ, അടിയമുഖത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത്. ഗലാത്യലേഖനത്തിലെ ഒരു സബ്ജക്റ്റ് കൂടി പറഞ്ഞ് ഞാൻ ഈ മെസ്സേജ് നിർത്താൻ താല്പര്യപ്പെടുന്നു. അത് എൻ്റെ ഹൃദയത്തിലിങ്ങനെ തികട്ടി വരിക. ഹല്ലേലൂയ. അതായത് ഗലാത്യർ 4:21 മുതലുള്ള വാക്യങ്ങളാണ് വായിക്കുന്നത്. ന്യായപ്രമാണത്തിന് കീഴിരിപ്പാൻ ഇച്ഛിക്കുന്നവരെ, നിങ്ങൾ ന്യായപ്രമാണം കേൾക്കുന്നില്ലയോ? എന്നോട് പറവൻ, അബ്രഹാമിന് 2 പുത്രന്മാരുണ്ടായിരുന്നു. ഒരുവൻ ദാസി പ്രസവിച്ചവൻ, ഒരുവൻ സ്വതന്ത്ര പ്രസവിച്ചവൻ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ദാസിയുടെ മകൻ ജഡപ്രകാരവും സ്വതന്ത്രയുടെ മകൻ വാഗ്ദത്തത്താലും ജനിച്ചിരുന്നു. ഇത് സാദൃശ്യമാകുന്നു. ഈ 2 സ്ത്രീകൾ 2 നിയമങ്ങൾ അത്രേ. ഒന്ന് സീനായി മലയിൽ നിന്ന് ഉണ്ടായി അടിവുകളെ പ്രസവിക്കുന്നു. അത് ഹാഗാറാണ് കേട്ടോ. ഹാഗാർ എന്നത് അറബി ദേശത്തെ സീനായ് മലയെ കുറിക്കുന്നു. അതിപ്പോഴത്തെ യെരുശലേമിനോട് ഒക്കുന്നു, രക്തം ചിന്തിക്കൊണ്ടിരിക്കുന്ന യെരുശലേമിനോട് ഒക്കുന്നു. അത് തൻ്റെ മക്കളോട് കൂടി അടിമയിലല്ലോ ഇരിക്കും. നമുക്കറിയാമല്ലോ ഹാഗാറിൻ്റെ മക്കളും ആ ജാതിയെക്കുറിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ലോ. കാട്ടുകഴുതി എന്നൊക്കെ പറയുന്നത് അവർ അടിമ നോക്കി കിടക്കുക. വെട്ടും കുത്തും കൊല്ലലാണ്, രക്തം
ചോരയുടെ മണമാണ് അവർക്ക് ആസ്വദിക്കാൻ കഴിയുന്നത്. മറ്റുള്ളവരെ കൊല്ലുന്നതിൽ ആനന്ദം കണ്ടെത്തുന്നവർ അടിമമുഖത്തിൽ കിടക്കുക. ഹല്ലേലൂയ. മീതിയുള്ള യെരൂശലേമോ സ്വതന്ത്രയാകുന്നു, അവൾ തന്നെ നമ്മുടെ അമ്മ. അത് നമ്മുടെ പുതിയ നിയമസഭയെ കുറിച്ച് പറയുക. മീതിയുള്ള യെരൂശലേം സ്തോത്രം, അവൾ തന്നെ നമ്മുടെ അമ്മ. അങ്ങനെ വേദപണ്ഡിതന്മാർ പുതിയ നിയമസഭയാണെന്നൊക്കെ അതിനെക്കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്. എന്തോ ആകട്ടെ, സ്തോത്രം. മീതിയുള്ള യെരൂശലേം പുതിയ നിയമ യെരൂശലേമിൽ നിന്ന് പഠിച്ചാൽ മതി, നമ്മൾ അത്രയും മതി. അത് കർത്താവിൻ്റെ ജനം പോയി താമസിക്കുന്ന സ്ഥലം പുതിയ നിയമ യെരൂശലേം. അതാണ് നമ്മുടെ അമ്മ, അതാണ് നമ്മുടെ വാസകേന്ദ്രം. സ്തോത്രം. പത്രോസും അതുപോലെ പഴയ നിയമ പ്രവാചകന്മാരൊക്കെ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. നാം അവന്റെ നീതി വസിക്കുന്ന പുതിയ ആകാശം പുതിയ ഭൂമിക്കായിട്ട് കാത്തിരിക്കുന്നു, പുതിയ യെരൂശലേം. ഒത്തിരി വിവാദ വിഷയമായിട്ട് ഞാൻ അതിലേക്ക് അധികം ഒന്നും പോകുന്നില്ല. നമ്മളൊരു കാര്യം ഓർക്കണം, നമ്മൾ അടിമനുഖത്തിൽ കിടക്കുകയാണോ അതോ ക്രിസ്തുവിന്റെ സ്വാതന്ത്ര്യം അനുഭവിക്കുകയാണോ എന്ന് ഈ വചനത്തിലൂടെ നമ്മൾ പഠിച്ചോണം. അടുത്ത 28-ാം വാക്യം, നാമോ സഹോദരന്മാരെ ഇസഹാക്കിനെ പോലെ വാഗ്ദത്തത്താൽ ജനിച്ച മക്കളാകുന്നു. എന്നാൽ അന്ന് ജഡപ്രകാരം ജനിച്ചവൻ ആത്മപ്രകാരവും ജനിച്ചവനെ ഉപദ്രവിച്ചതുപോലെ ഇന്നും കാണുന്നു. നാം ആരാ? നാം വാഗ്ദത്ത സന്തതിയാ. ഈ വാഗ്ദത്ത സന്തതി എന്ന് പറഞ്ഞാൽ ആരാ? അതിന് റോമാലേഖനം 10-ാം അധ്യായത്തിലേക്ക് പോകണം. അപ്പോഴാണ് അതിനെക്കുറിച്ചൊരു വ്യക്തമായൊരു ചിത്രം നമുക്ക് അവിടെ കിട്ടുന്നത്. സ്തോത്രം, സ്തോത്രം. 9-ാമത്തെ അധ്യായം. അതിൻ്റെ അർത്ഥമോ ജഡപ്രകാരം ജനിച്ച മക്കളല്ല ദൈവത്തിന്റെ മക്കൾ, വാഗ്ദത്ത പ്രകാരം ജനിച്ച മക്കൾ അത്രേ സന്തതി എന്നെണ്ണുന്നു. ഇതുകൂടി ഒന്ന് കൂട്ടിപ്പടിച്ചേ. നാമോ സഹോദരന്മാരെ ഇസഹാക്കിനെ പോലെ വാഗ്ദത്തത്താൽ ജനിച്ച മക്കളാകുന്നു. എന്നാൽ അന്ന് ജഡപ്രകാരം ജനിച്ചവൻ ആത്മപ്രകാരം ജനിച്ചവനെ ഉപദ്രവിച്ചവൻ ഇന്നും കാണുന്നു. അപ്പൊ ഇന്ന് ഈ ജഡസന്തതി നമ്മളെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുക. എൻ്റെ മുന്നേ സിറിയയിൽ കൊന്നതിന് കണക്കില്ല, സുഡാനിൽ കൊന്നതിന് കണക്കില്ല. പല രാജ്യങ്ങളിലും ക്രിസ്ത്യാനികളെ വേട്ടയാടി കൊല്ലുന്നതിന് കണക്കില്ല. അന്ന് ഉപദ്രവിച്ചതുപോലെ ഇന്ന് ഉപദ്രവിച്ചുകൊണ്ടിരിക്കുക. ഒരു നഗ്ന സത്യമല്ലേ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കൂടി നമ്മൾ സോഷ്യൽ മീഡിയയിലും പത്രത്തോരെയും കണ്ടതല്ലേ? ക്രിസ്ത്യാനികളെ കൊല്ലുന്നു. അവരെല്ലാം രക്ഷിക്കപ്പെട്ട് ദാനപ്പെട്ട് പരിശുദ്ധാഭിഷേകം പ്രാപിച്ച ദൈവമക്കളാണെന്നും നമ്മൾ ചിന്തിക്കേണ്ട. പൊതുവെ ക്രിസ്തീയ സഭയെ അല്ലെങ്കിൽ ക്രിസ്ത്യാനികളെ വകവരുത്തിക്കൊണ്ടിരിക്കുക. ആരാ? ജഡപ്രകാരം ജനിച്ചവൻ. ആത്മപ്രകാരം ജനിച്ചവൻ ആരാ? ഇസഹാക്കിനെ ഉപദ്രവിച്ചതുപോലെ ഇന്ന് ഉപദ്രവിച്ചുകൊണ്ടിരിക്കുക. ഉപദ്രവം മാത്രമല്ല, കൊലവിളി നടത്തുക. അനേകര് രക്തസാക്ഷികളായ ചരിത്രം വരെ ഉണ്ട്. അനേക പാസ്റ്റർമാരെ, അനേക വിശുദ്ധന്മാരെ കൊന്നുകളഞ്ഞ ചരിത്രം നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്തുകൊണ്ടിരിക്കുക. എന്നിട്ട് ഇവിടെ പറയും, തിരുവഴുത്തോ എന്ന് പറയുന്നത് ദാസിയെ മകനെയും പുറത്താക്കി കളയുക. ദാസിയുടെ മകൻ സ്വതന്ത്രയുടെ മകനോടുകൂടി അവകാശി ആകയില്ല. അങ്ങനെ സഹോദരന്മാരെ, നാം ദാസിയുടെ മക്കളല്ല സ്വതന്ത്രയുടെ മക്കളത്രേ. എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? റോമർ 9 അതിൻ്റെ അർത്ഥമോ ജഡപ്രകാരം ജനിച്ച മക്കളല്ല ദൈവത്തിൻ്റെ മക്കൾ. നമ്മളൊരപ്പനെ നമ്മുടെ മകനായിട്ടൊക്കെ ജനിച്ചു. ആ ജനിച്ച നാം യഥാർത്ഥമായി വീണ്ടും ജനനം പ്രാപിക്കുമ്പോൾ മാത്രമേ യേശു കർത്താവ് ക്രൂശിൽ കിടന്നൊരു സന്തതിയെ കണ്ടു. യെശയ്യാപ്രവചനം 53-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യം ഇതിനു വേണ്ടി ഞാൻ വായിക്കുന്നു. എന്നാൽ അവനെ തകർത്ത് കളയുവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി, അവനവന് കഷ്ടം വരുത്തി, അവൻ്റെ പ്രാണൻ ഒരകൃത്യയാഗമായി തീർന്നിട്ട് അവൻ ഒരു സന്തതിയെ കാണുകയും ദീർഘായുസ് പ്രാപിക്കുകയും ചെയ്തു. യേശു കർത്താവിൻ്റെ ക്രൂശ് മരണത്തിൽ വിശ്വസിച്ച് ദൈവമക്കളായി തീരുന്ന ഒരു കൂട്ടം ജനത്തെ കാൽവറി ക്രൂശിൽ കടന്നുകൊണ്ട് കർത്താവ് കണ്ടു. ഒരു വാഗ്ദത്ത സന്തതി. ആ ഇസഹാക്കിനെ പോലെ ഒരു വാഗ്ദത്ത സന്തതി പുതിയ നിയമസഭ. യേശു ക്രിസ്തുവിന്റെ ക്രൂശിൻമൂട്ടിൽ ജനിച്ച ഒരു ഗ്രൂപ്പ് സന്തതി, ഒരു കൂട്ടം ജനം, പുതിയ നിയമസഭ. ലോകത്തിലുള്ള സകല ജാതി മതസ്ഥരിൽ നിന്നും വിളിച്ച് വേർതിരിക്കപ്പെട്ട എക്ലീഷ്യ, വിളിച്ച് വേർതിരിക്കപ്പെട്ട ഒരു കൂട്ടം, ഒരു പുതിയ നിയമസഭ, ഒരു ഗ്രൂപ്പ്, ഒരു നിർമ്മല കന്യക. അവരാണ് നമ്മൾ, വാഗ്ദത്ത സന്തതി.
യേശു ക്രിസ്തു ക്രൂശിൽ കിടന്ന് കണ്ട വാഗ്ദത്ത സന്തതി. അവനൊരു സ്തോത്രം, അവനൊരു സന്തതിയെ കാണുകയും ദീർഘായുസ് പ്രാപിക്കുകയും ചെയ്തു. ക്രൂശിൽ കിടന്നുകൊണ്ട് സഹോദര സഹോദരി, എന്നെയും നിന്നെയും കർത്താവ് കണ്ടു. അതാണ് ആ വാഗ്ദത്ത സന്തതി. നമ്മൾ ആ വാഗ്ദത്ത സന്തതിയുടെ ഗ്രൂപ്പിലായാലേ നമ്മൾ ക്രിസ്തുവിൽ സ്വതന്ത്രരായി തീരുന്നുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ അടിമനോത്തി കിടക്കുക. ഞാൻ എൻ്റെ വാക്കുകളിലൂടെ ഉപസംഹരിക്കുക. ഒത്തിരി ഗഹനമായ വിഷയങ്ങളാണ്. ഒത്തിരി വേദഭാഗങ്ങളിലൂടെ ഇതൊക്കെ എടുത്ത് പഠിക്കേണ്ട കാര്യങ്ങളാണ്. ഞാനിത് പെട്ടെന്ന് ഏതാനും ചില വാക്യങ്ങൾ എടുത്ത് ഒന്ന് പറഞ്ഞു പോയെന്നുള്ളൂ. സ്വാതന്ത്ര്യം കിട്ടിയെന്നും പറഞ്ഞ് നമ്മൾ ആരും തുള്ളിച്ചാടണ്ട. നമ്മുടെ രാഷ്ട്രീയ സ്വാതന്ത്ര്യവും അടിമതത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ആത്മീകമായ സ്വാതന്ത്ര്യം, ക്രിസ്തുവിലുള്ള സ്വാതന്ത്ര്യം നീ അനുഭവിച്ച് കർത്താവിൻ്റെ വരവിൽ പ്രത്യാശയോടെ കർത്താവിൻ്റെ രാജ്യത്ത് പോയി സന്തോഷിക്കാം. ഈ ഭൂമിയിൽ നമുക്ക് സന്തോഷിക്കാൻ ഒരു വകയുമില്ല. ഇവിടെ ദുഃഖവും പ്രയാസവും ബുദ്ധിമുട്ടുകളും മാത്രമേ ഉള്ളൂ. പറഞ്ഞു തീരാത്തതും മഹിമുള്ളതുമായ ഒരു സന്തോഷം നമുക്ക് ദൈവം വെച്ചിരിക്കുന്നു. നിത്യാനന്ദം അവരുടെ തലമേൽ ഉണ്ടായിരിക്കും. കർത്താവ് വന്നതിന് ശേഷം കർത്താവ് വന്ന സഭയെ ചേർത്തതിന് ശേഷം 7 വർഷം മഹോദരകാലം, അത് കഴിഞ്ഞ് ദൈവപുത്രനായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്ന് ഭരിക്കും 1000 ആണ്ട്. അത് കഴിഞ്ഞ ശേഷം പഴയ നിയമ പുതിയ നിയമ വിശുദ്ധന്മാരെല്ലാം കൂടി ഈ ഭൂമിയെല്ലാം ചുട്ടരിച്ച് കളഞ്ഞിട്ട് ഒരു പ്രൊമോട്ടഡ് ന്യൂ ഹെർത്ത് ആൻഡ് ന്യൂ ഹെവൻ, പുതിയ ആകാശം പുതിയ ഭൂമി. അതിനെക്കുറിച്ചൊക്കെ വലിയ വിവാദ വിഷയമായിട്ട് പലരുമൊക്കെ പറയുന്നുണ്ട്. നമ്മൾ ബ്രീഫായിട്ട് അതങ്ങ് വിശ്വസിച്ചാൽ മതി. സ്തോത്രം. നമ്മൾ ഈ വ്യവസ്ഥ പ്രകാരം ജീവിച്ചാൽ നമ്മൾ അവിടെ ചെന്ന് പറ്റും. ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരം നമ്മൾ ദൈവത്തിൻ്റെ കർത്താവ് വചനത്തിലൂടെ തന്നിരിക്കുന്ന ആ വചന വെളിപ്പാടിലേക്ക് നമ്മൾ നടത്തപ്പെടും. അതിനെക്കുറിച്ചൊക്കെ വളരെ വിവാദ വിഷയം ഇങ്ങനെ പൊങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമായത്. ഓരോരുത്തരും ഓരോന്നൊക്കെ പറഞ്ഞു വെക്കുക. പക്ഷെ എനിക്ക് ഒരു കാര്യം പറയാനുള്ളത്, കർത്താവിൻ്റെ വരവിനുള്ളിൽ നമ്മൾ ഒരുങ്ങിയിരിക്കുക, ഉണർന്നിരിക്കുക, സദാകാലം ഉണർന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ നാം ദൈവവചന വ്യവസ്ഥ പ്രകാരം പുതിയ നിയമസഭയ്ക്ക് ഇട്ടിരിക്കുന്ന ഉപദേശം അനുസരിച്ച് നാം ജീവിച്ചു കൊണ്ടിരുന്നാൽ കർത്താവിൻ്റെ വരവിൽ നമുക്ക് പ്രത്യാശയോടെ കാണപ്പെടാം. സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി. പാപജീവിതത്തിൻ്റെ അടിമനുഖം, ന്യായപ്രമാണത്തിൻ്റെ അടിമനുഖം, മറ്റ് വിവിധ നിലയിലുള്ള അടിമനുഖം ഒരുപക്ഷെ നമ്മുടെ മേൽ വന്നെന്ന് വരാം. അതിനെല്ലാം ഒഴിഞ്ഞു മാറി ആ ക്രിസ്തുവിലുള്ള സ്വാതന്ത്ര്യം അനുഭവിച്ച് കർത്താവിനെ ആസ്വദിച്ച് സ്തോത്രം ദൈവവചനം ഭക്ഷിച്ച് പരിശുദ്ധാത്മാവിൽ ആരാധിച്ച് ഹല്ലേലൂയ സ്തോത്രം. ഞാൻ നമ്മോട് സംസാരിച്ച വചനങ്ങൾ ആത്മാവും ജീവനുമാകുന്നു. ആത്മാവും ജീവനുമാകുന്ന വചനത്തെ ഭക്ഷിച്ച് പരിശുദ്ധാത്മാവിൽ ആരാധിച്ച് സന്തോഷിച്ച് ക്രിസ്തു ജീവിതം നയിച്ച് കർത്താവിൻ്റെ വരവിൽ പ്രത്യാശയോടെ നിൽക്കുവാൻ ഈ വചന കേൾവി നമുക്ക് മുഖാന്തരമായി ഭവിക്കട്ടെ. എന്നാൽ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. കർത്താവ് ഈ വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കും.